ചോദിക്കുന്നതാണ് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഒന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. നമ്മൾ ആദ്യം ഈ ബണ്ണിലിട്ടെ അപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നേരെ ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് കടക്കാം. വേണ്ടുന്ന ഇതാണേ. നമ്മൾ കൈ പറ്റിച്ചിട്ടുണ്ട്, കാണിച്ച് തരും, കണ്ടോളൂ. ഒക്കെ തുടങ്ങാതെ ഒരു ബ്ലെൻഡർ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളെ ഫ്രണ്ടിലാണ് മിററാണ്, നോക്കാനൊരു സിമ്പിൾ തിരിക്കുന്നതെന്ന് വെച്ചാൽ പക്ഷേ ഇതിലാണ് ഇട്ടിട്ടുള്ളത്. നമ്മളതിട്ടതിന് നമുക്ക് ഡീറ്റെയിലിങ് ചെയ്തിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഈ ഒരു കോമ്പാക്റ്റ് കേട്ടോ നോക്കിയിട്ടാ. കോമ്പാക്റ്റ് ഇതിനകത്തൊരു ഇതുണ്ട് കേട്ടോ, കാണിച്ചു തരാം. നമുക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. ബ്ലെൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്തൊരു ബ്ലഷാണ്, ഐ ഷെയ്ഡായിട്ടും ഇതായിട്ടും അപ്പം ചെയ്തിട്ട് കാണാം. ഐ ഷെയ്ഡായിട്ടും ബ്ലഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. ക്ലിയറായിട്ട് കാണാൻ പറ്റുമെങ്കിൽ ക്ലിയറായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി ബാക്കിലോട്ട് കിടക്കാം. ഇനി ഐലൈനർ എഴുതിയിട്ട് വരാം. കണ്ണെഴുതിയിട്ടുണ്ട്. ഇത് എഴുതിയതാ നമുക്ക് കണ്ടോ, മാർസിൻ്റെ ഐലൈനറാണ്. മാർസ് എൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. നമുക്കൊക്കെ ഇതിൻ്റെ 7 ml ഉണ്ട്. ഷെയ്ഡ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചെയ്തിട്ട് വരും. ഡ്രസ് ചേഞ്ച് ചെയ്തു. എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഒരു ഷോപ്പ് കാണിക്കാം. ഹെയർ സ്റ്റൈൽ കാണിക്കത്തില്ല, അത് വേറൊരു രസം. ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ഇട്ടിട്ട് ടൈമില്ല, അതുകൊണ്ട് പറ്റി.